മേടം രാശി വിഷുഫലം 2026. നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി ഇ.വി. പുതിയ പ്രതീക്ഷകളുടെയും തുടക്കങ്ങളുടെയും കാലമായ ഈ വിഷു മേടം രാശിക്കാർക്ക് ഗ്രഹനിലയിലെ സുപ്രധാന മാറ്റങ്ങൾ വഴി ജീവിതത്തിൽ വ്യക്തമായ ചില വഴിത്തിരിവുകൾ കൊണ്ടുവരുന്നതാണ്. മേടം രാശിയിൽ സംഭവിക്കുന്ന സൂര്യന്റെ ഉച്ചാവസ്ഥ നേതൃഗുണവും ഭരണപരമായ മികവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എങ്കിലും ഈ മേടവിഷു സംക്രമം ഭൂരിഭാഗം പേർക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് സമ്മാനിക്കുന്നത്. പല ഘട്ടങ്ങളിലും ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടും. ഭവന നിർമ്മാണം പൂർത്തിയാക്കാനും പുതിയ വാഹനം സ്വന്തമാക്കാനും അവസരങ്ങൾ വന്നു ചേരും. വിദേശത്തോ സ്വന്തം നാട്ടിൽ നിന്നും മാറിയോ താമസിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നതാണ്. കാർഷിക മേഖലയിലുള്ളവർക്ക് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനും മികച്ച വിജയം കൈവരിക്കുവാനും സാധിക്കും. കുടുംബത്തിൽ പൊതുവെ സന്തോഷം നിലനിൽക്കുമെങ്കിലും 7.5 ശനിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശനി 12ാം ഭാവത്തിൽ തുടരുന്നതിനാൽ വരവിനേക്കാൾ ചിലവ് അധികരിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ കൃത്യമായ സാമ്പത്തിക ആസൂത്രണം അനിവാര്യമായി വരും. സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് തീരുമാനമെടുക്കുക. അതേസമയം ചില സുപ്രധാന കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട കാലം കൂടിയാണിത്. വസ്തു സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി നിയമസഹായം തേടേണ്ട സാഹചര്യം ഉയർന്നു വന്നേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതാണ്. ചില സാഹചര്യങ്ങളിൽ ശസ്ത്രക്രിയ പോലുള്ള വൈദ്യസഹായം വേണ്ടി വന്നേക്കാം. തൊഴിലിടങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ നേരിടാനും സഹായികളുടെ അശ്രദ്ധ മൂലം ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വൈകാനും ഇടയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകിച്ച് കടം കൊടുക്കുന്നതിലും ജാമ്യം നിലനിൽക്കുന്നതിലും കടുത്ത നിയന്ത്രണം ആവശ്യമാണ്. രാഷ്ട്രീയ ഭരണ രംഗത്തുള്ളവർ വ്യക്തിവിരോധങ്ങൾ മാറ്റിവെച്ച് പ്രവർത്തിക്കാനും ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഭരണത്തിലിരിക്കുന്നവർക്ക് സ്ത്രീകൾ മൂലം ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മുൻകരുതലുകൾ പാലിക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈശ്വരാനുഗ്രഹം വലിയൊരു തുണയായി കൂടെ ഉണ്ടാകുന്നതാണ്. 7.5 ശനിയുടെ പ്രാരംഭ ദശയായതിനാൽ ശാസ്ത്രീയ ഭജനം നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. കൃത്യമായ ദോഷപരിഹാര കർമ്മങ്ങൾ നേരത്തെ തന്നെ അനുഷ്ഠിച്ച് ശീലിച്ചവർക്ക് ഈ കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ ലഘുവായി മറികടക്കാൻ സാധിക്കുന്നതാണ്. ഗ്രഹപ്പിഴാകാലത്തെ തടസ്സങ്ങൾ നീക്കി കാര്യവിജയം സുഗമമാക്കാൻ ഉചിതമായ രീതിയിലുള്ള ദേഹരക്ഷയോ പ്രതിരോധ മാർഗങ്ങളോ സ്വീകരിക്കുന്നത് ഗുണകരമാകും. മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാനും അപ്രതീക്ഷിത തിരിച്ചടികൾ ഒഴിവാക്കാനും കുടുംബ ജാതക പരിശോധനയോ വ്യക്തിഗത ഗ്രഹനില വിശകലനമോ നടത്തുന്നത് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സഹായിക്കും. ഈ കാലഘട്ടത്തിലെ വലിയ മാറ്റങ്ങളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് തയ്യാറെടുപ്പുകൾ നടത്തുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ.വി. 9746812212